ഹായ് സുഹൃത്തുക്കളെ, നമ്മളിതാ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് കണ്ട മഴയൊക്കെ പെയ്ത് നല്ല ഇലയൊക്കെ നനഞ്ഞടപ്പുണ്ട്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നിങ്ങളെ DOB പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. DOB എന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഇത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട DOB ആണ്. ഞാനിതൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് DOB, ഡ്രൈവർ ഓൺ ബോർഡ് എന്ന് പറയും. ഇതെവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. എങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളോട് പരിചയപ്പെട്ടാലോ. ദാ ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം അടിച്ചു പോയതാണ് കേട്ടോ. അടിച്ചു പോയതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൈഡിൽ AC കൊടുത്തിട്ട് ഔട്ട്പുട്ട് എടുക്കുമ്പോഴത്തേനും അത് നേരെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ അടിച്ചു പോകും കേട്ടോ. ഇനി ഇത് എവിടെ നിന്നാണെന്നല്ലേ, ഇതാ ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇതിനകത്തുള്ളതാണ് ആ കാണിച്ചത്. ഇനി ഇങ്ങനെ കണ്ടിട്ടും മനസ്സിലാവാത്തവർക്ക് ഇപ്പോൾ പിടികിട്ടി കാണും ഇല്ലേ, എന്താണ് ഇതൊന്ന്. ഞാനാരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നിങ്ങളത് കാര്യമാക്കണ്ട. ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് അവസാനം ഒരു കളഞ്ഞാണ്. ഇപ്പം ഈ രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല, ഇതിനു മുമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ DOB നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്. 9 വാട്ട് 10 വാട്ട് 12 വാട്ടിൻ്റെയൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനില്ല, ഇതിനകത്ത് തന്നെ കമ്പോണൻസ് വരുന്നുണ്ട്. ഇപ്പം വരുന്നതിനകത്ത് ഇതിനകത്ത് തന്നെ റെസിസ്റ്റൻസും എല്ലാം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ അതിനു മുമ്പ് മേടിച്ച സാധനമാണ്. ഇതിനകത്ത് തന്നെയല്ല നമ്മളെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇതിപ്പം നമുക്ക് വലുതായിട്ട് ഇങ്ങനെ കാണാൻ, ഇതിൻ്റെ ചെറിയ കപ്പാസിറ്ററും എല്ലാം ചെറുത് വരുന്നതാണിത്. ഇതിനകത്ത് കണ്ടോ, ഫേസും ന്യൂട്രലും കൊടുക്കാൻ എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ടോ. അവിടെയാണ് നമ്മൾ ഈ വരുന്ന ഇതിൻ്റെ ബാക്കിൽ നിന്നൊരു വയർ അകത്തൂടെ കണക്ട് ചെയ്തെടുക്കുക. അതിനൊരു ബ്ലാക്ക് നിറം കൊടുക്കുക, ചുമ്മാ എടുത്ത് കൊടുക്കരുത്. ഇതിൻ്റെ ബാക്കിൽ കണ്ടോ ഈ വെള്ള നിറത്തിലിരിക്കുന്നത്, ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിറം ഇതല്ല വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് പുതിയ സാധനമാണ്. കണ്ടോ, N എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്യാം. R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. C1 കപ്പാസിറ്റർ, R ഇവിടെയുണ്ട്, ഒരു റെസിസ്റ്ററിൻ്റെ ആണ് R എന്ന് നടക്കുന്നത്. പിന്നെ R2-നകത്ത് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കുന്നതാണ്. പിന്നെ മറ്റേതിന് എന്താണ് വെള്ള നിറം വന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഞാൻ നമ്മുടെ ഈ അലൂമിനിയം ഇത് ചൂടാവുമല്ലോ, ഈ LED ചൂടാവും കേട്ടോ. LED ചൂടാകുമ്പോഴത്തേനും ആ ചൂട് വഹിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹീറ്റ് പിടിച്ചെടുക്കുന്നൊരു കമ്പോണൻറ്റ് പേസ്റ്റ് കിട്ടും. അതും ഇലക്ട്രോണിക്സ് കടയിലൊക്കെ അവൈലബിൾ ആണ്. അത് മേടിച്ച് ഇതിൻ്റെ മേളിൽ പുരട്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതുണ്ടോ കപ്പാസിറ്റർ കണക്ട് ചെയ്തതാണ്. ഒരു 4.7 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്തതാണ്. അത് കുളമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എത്ര ദിവസം കൊണ്ട് കുറച്ച് തോനെയൊന്നും വർക്ക് ചെയ്തിട്ടില്ല, കുറച്ച് ദിവസം വർക്ക് ചെയ്തോളൂ. ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യാതെ ഇങ്ങനെ നമുക്കത് കണക്ട് ചെയ്യാം കേട്ടോ. ഈ കറുത്ത ഡോട്ട് LED-ക്കകത്ത് കറുത്ത ഡോട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ അത് കത്തിപ്പോയത് കൊണ്ടാണ്. അത് ആ LED ഡാമേജ് വന്നതുകൊണ്ടാണ് ഒരു കറുത്ത ഡോട്ട് ഉണ്ടോ LED-ക്കകത്ത്. ബാക്കിയെല്ലാ LED അപേക്ഷിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. എൻ്റെ
തള്ളവരിലിരിക്കുന്ന ഭാഗത്തുള്ള ഒരു LED കണ്ടോ കറുത്ത നിറം, അത് ഡാമേജ് വന്ന LED ആണ്. ആ ഒരു LED പോയാലും ഇത് മൊത്തത്തിൽ കത്തത്തില്ല കേട്ടോ. കണ്ട് ഇതിനകത്തും കണ്ട് ഇവിടെ താഴെ കണ്ട് ഒരു LED-കകത്ത് കറുത്ത നിറം കണ്ടോ, കണ്ടിവിടെ അത് ഡാമേജ് ആയതാണ്. ഇനി നമുക്ക് വേറെ കുറച്ച് അവന്മാരെ പരിചയപ്പെട്ടാലോ. ഇതാണ്ട് ഇതെല്ലാം ഞാൻ ഓരോ LED-ന്നായിട്ട് ഊരിയെടുത്തിട്ടുള്ളതാണ്. സൂപ്പർ സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമുക്ക് LED പിന്നെ എടുക്കാമല്ലോ എന്ന് വെച്ചുകൊണ്ട് വെച്ചേക്കുന്നതാണ്. ഇവനൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ അതിൻ്റെ ഈ ഡ്രൈവർ അടിച്ചു പോയത് കാരണമാണ്, ഈ ഡ്രൈവർ ഉണ്ടല്ലോ ഇവൻ പോയത് കാരണമാണ് അതെല്ലാം മാറ്റി വയ്ക്കേണ്ടി വന്നത്. നമ്മൾ ഡ്രൈവർ പരിചയപ്പെട്ടല്ലോ, ഇതാണ് ഡ്രൈവർ കേട്ടോ. ഈ ഡ്രൈവർ ഈ ബോർഡിനകത്ത് തന്നെ വരുന്നതിനാണ് DOB എന്ന് പറയുന്നത്, ഡ്രൈവർ ഓൺ ബോർഡ്. നിങ്ങൾ DOB ചോദിച്ചാൽ തന്നെ 9 വാട്ടിൻ്റെ DOB ഒക്കെ ചോദിച്ചാൽ ഇതായിരിക്കും കടക്കാരെടുത്ത് വരുന്നത്. ഇനി ഇത് MOV എന്ന് പറയുന്നത്. നമ്മൾ ഈ DOBക്കകത്ത് പലരും ഈ DOB മേടിച്ചിട്ട് പെട്ടെന്ന് അടിച്ചു പോകും എന്നൊക്കെ പറയാറുണ്ട്. DOB മേടിച്ചിട്ട് ലൈനും പോസിറ്റീവൂടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഈ MOV നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. MOV ഉപയോഗിക്കാം. പിന്നെ റെസിസ്റ്റൻസ്, ഇതൊരു 47 ഓം 0.5 വാട്ടിൻ്റെ റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്റർ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. റെസിസ്റ്റർ 2 പോസിറ്റീവിലും നെഗറ്റീവ് അല്ല, ലൈനിലും ഇതിൽ നിന്ന് 2 വയറെടുത്ത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ 2 വയറെടുത്തിട്ട് ആ 2 വയറിൻ്റെയും അറ്റത്തായിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാണ് ഡ്രൈവർ ഓൺ ബോർഡ്. ഇത് പുതുതായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞാനിത് വെച്ച് വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് പഴയ ടൈപ്പ് 9 വാട്ടാണിത്. മറ്റേത് എത്ര വാട്ടാണെന്ന് നമുക്ക് നോക്കാം. 9 വാട്ട്, ഇത് 15 വാട്ടാണ് കേട്ടോ. വെട്ടം ഭയങ്കരമായിരിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട, ഒട്ടും വെട്ടം കാണത്തില്ല കേട്ടോ ഈ 9 വാട്ട്. ഇതെല്ലാം സാധനം ചുമ്മാതെ നമ്മളൊരു സാധാ ഒരു LED ബൾബ് അങ്ങ് മേടിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പം ഇപ്പം വിലക്കുറവാണ്, 150 100-ന് താഴെയാണെന്ന് തോന്നുന്നു, 70 രൂപയേ ഉള്ളൂ. ഈ ഒരു സാധനം മേടിച്ചിട്ട് നമ്മളിത് കണക്ട് ചെയ്ത് വർക്ക് ചെയ്തൊക്കെ വരുമ്പം ഒരു 5-6 ദിവസം കത്തിയാലായി. അത് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ കത്തിപ്പോവും. അതുകൊണ്ട് നമ്മൾ വീഡിയോസൊക്കെ കാണാറുണ്ടല്ലേ, LED ഒക്കെ വെച്ച് LED ബൾബ് നമുക്ക് ഇത്ര രൂപയ്ക്ക് 10 രൂപയ്ക്ക് ചെയ്യാം, 20 രൂപയ്ക്ക് ചെയ്യാം, 30 രൂപയ്ക്ക് ചെയ്യാം. കാണാൻ രസമാണ്. അത് കണക്ട് ചെയ്തിട്ട് എത്ര ദിവസം വർക്ക് ചെയ്യുമെന്നൂടെ നോക്കണം. അതിൻ്റെ വെട്ടം തീരെ കുറവായിരിക്കും കേട്ടോ. ഞാനതുകൊണ്ട് ഈ LED-യുടെ പരിപാടിയെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. നേരത്തെ ചെയ്യുമായിരുന്നു, വെറുതെ കൊറോണ സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറേ വീട്ടിലെ LED ഒക്കെ പോകുമ്പോഴത്തേനും എല്ലാം പണിഞ്ഞു വെച്ച് ഒരു 10-20 ഒരു മാസം ഓടും. വീണ്ടും അടുത്ത പോയി ഡ്രൈവർ DOB മേടിച്ചുകൊണ്ട് വന്നിട്ട് അടുത്ത പണിഞ്ഞിടും. പിന്നെന്തോ ഇത് അത് നിൽക്കാത്തതുകൊണ്ട് പിന്നെ MOV കണക്ട് ചെയ്ത് റെസിസ്റ്ററും കണക്ട് ചെയ്ത് ഇപ്പം കിട്ടും. പിന്നെ കപ്പാസിറ്റർ വെട്ടം കൂടാൻ വേണ്ടി കപ്പാസിറ്റർ കണക്ട് ചെയ്തതാണ്. ഒരു കാര്യവുമില്ല, നമുക്ക് ചുമ്മാ കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇലക്ട്രോണിക്സ് ഇഷ്ടമാണെന്നുള്ളൊരു ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ചെയ്യാം. അല്ലാതെ ഇതൊന്നും പ്രാക്ടിക്കലായിട്ട് നമുക്ക് അത്ര ഇതായിട്ട് വെട്ടമൊന്നും കിട്ടുമൊന്നുമില്ല എന്നും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.